കേരള ടൂറിസം മാപ്പിൽ ഇടം പിടിച്ചിട്ടുള്ള സ്ഥലമാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം. പാലക്കാട് ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻസിൽ ഒന്നായി സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. നെല്ലിയാമ്പതിയിൽ നിന്നും ഉത്ഭവിച്ച് താഴ്വരകളിലെത്തുന്ന വെള്ളം ചുള്ളിയാർ ഗായത്രി പുഴയുടെ ഭാഗമാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന താമരപ്പാടത്ത് നിന്നും 15 മിനിറ്റ് യാത്രയേ ഉള്ളൂ സീതാർകുണ്ട് വാട്ടർഫോൾസിലേക്ക്. വനവാസ കാലത്ത് രാമനും സീതയും ലക്ഷ്മണനും ഇവിടെ താമസിച്ചു എന്ന് ഐതിഹ്യം ഉണ്ട്. കൊല്ലങ്കോട്ട് നിന്നും സീതാർകുണ്ടിലേക്കുള്ള യാത്രയിൽ കാണുന്ന കാഴ്ചകൾ തികച്ചും ആസ്വാദകരമാണ്. നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിൽ നെൽപ്പാടങ്ങൾ കഴിഞ്ഞ് ഒരു വാഹനത്തിന് മാത്രം പോകുവാൻ വീതിയുള്ള ഒരു വഴിയിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. വെള്ളച്ചാട്ടത്തിലേക്ക് അടുക്കും തോറും ഇരു സൈഡുകളിലുമായി നല്ല രീതിയിൽ സംരക്ഷിച്ചിരിക്കുന്ന മാവിൻ തോട്ടങ്ങൾ കാണാം. അവയ്ക്കിടയിൽ അങ്ങിങ്ങായി പേയാൻ പാർക്കുകളും ഉണ്ട്. അടുത്ത് കണ്ട ഒരു പേയാൻ പാർക്കിൽ വാഹനം പാർക്ക് ചെയ്ത് ഇനിയുള്ള ദൂരം നടക്കാമെന്ന് വിചാരിച്ചു. നല്ല വെയിലുള്ള സമയമാണെങ്കിലും ഇരു സൈഡിലും മരങ്ങളുള്ളതിനാൽ അവയുടെ തണൽ ആശ്വാസമാണ്. മൺപാത കഴിഞ്ഞ് ഉരുളൻ കല്ലുകളുള്ള വഴിയിലൂടെയാണ് നമ്മൾ നടക്കേണ്ടത്. മഴക്കാലത്ത് അവധി ദിവസങ്ങളിൽ ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്താറുണ്ട്. എങ്കിലും മഴ കുറഞ്ഞ് ഈ ചൂടുള്ള സമയത്തും ടൂറിസ്റ്റുകൾ അത്ര കുറവല്ല. അധികവും ഫാമിലി ആണെന്ന് തോന്നുന്നു. വെള്ളച്ചാട്ടം കണ്ട് മടങ്ങുന്നവരും ധാരാളമായി വഴിയിൽ കണ്ടു. അല്പം കഷ്ടപ്പെട്ട് പാറകളുടെ പുറത്തുകൂടി വെള്ളച്ചാട്ടത്തിനടുത്ത് ഞെക്കി നടക്കുമ്പോൾ ഇരു സൈഡുകളിലും ധാരാളം വാർണിംഗ് ബോർഡുകൾ കണ്ടു. പെട്ടെന്ന് വെള്ളത്തിന് തോത് കൂടുന്ന സ്ഥലമാണ് എന്നും പാറകളിൽ തെന്നി വീണാൽ അപകടമുണ്ടാകും, ഇങ്ങനെയൊക്കെയാണ് വാർണിംഗ് ബോർഡുകളിൽ എഴുതിയിരിക്കുന്നത്. വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകുമ്പോൾ വലതുഭാഗത്തുള്ള ഒരു സ്ഥലം ഫെൻസ് ചെയ്ത് തിരിച്ചിരിക്കുന്നു. അവിടെ ഒരു റിസോർട്ട് പണിയുന്നുണ്ട്. അല്പം കഷ്ടപ്പെട്ട് പാറകളുടെ പുറത്തുകൂടി വെള്ളച്ചാട്ടത്തിനടുത്തെത്തിയപ്പോൾ കുറച്ചധികം സന്ദർശകരെ കണ്ടു. വെള്ളത്തിൽ കുളിക്കാനായി തയ്യാറെടുക്കുന്നവരുണ്ട്, സെൽഫി എടുക്കുന്നവരുണ്ട്, റീൽസ് എടുക്കുന്നവരുണ്ട്, കയ്യിൽ കൊണ്ടുവന്ന ഭക്ഷണം മരത്തണലിൽ ഇരുന്ന് കഴിക്കുന്നവരുണ്ട്. അങ്ങനെ പലരെയും അവിടെ കണ്ടു. മഴക്കാലത്ത് ഈ ഉരുളൻകല്ലുകൾ നിറഞ്ഞ പാറപ്പുറത്ത് കൂടിയുള്ള നടപ്പ് ആരോഗ്യത്തിനത്ര നല്ലതാവില്ല. ഒന്ന് സ്ലിപ്പ് ചെയ്താൽ വീഴുന്നത് പാറപ്പുറത്താവും. ഇത്ര ഉള്ളിലും ഐസ്ക്രീമും പോപ്കോണും വിൽക്കുന്ന ചെറിയ വാഹനങ്ങൾ കണ്ടു. ഏതു വഴിക്കാണ് ഇവർ കയറി വന്നതെന്നറിയില്ല. എങ്കിലും നല്ല കച്ചവടമുണ്ട് അവർക്ക്. ഏതായാലും ഇപ്പോൾ പാറപ്പുറത്തുകൂടി നടക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. പാറകൾ ഉണങ്ങി സ്ലിപ്പറി അല്ലാത്തതുകൊണ്ട് നടക്കാൻ വലിയ പേടി തോന്നിയുമില്ല. ഇവിടെയും ക്യാമറ അധികം ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാം മറന്ന് വെള്ളത്തിൽ ചാടി കുളിക്കുന്നവരിൽ പുരുഷന്മാർ മാത്രമല്ല, വിവിധ പ്രായത്തിലുള്ള സ്ത്രീകളുമുണ്ട്. മഴക്കാലമല്ലാത്തതിനാൽ വെള്ളം വളരെ കുറവാണ്. എങ്കിലും
മുകളിൽ നിന്നും പല ഘട്ടമായി ഒഴുകിയെത്തുന്ന വെള്ളം തീരെ കുറവുമല്ല. കൂടെ വന്ന മകനും സുഹൃത്ത് രാജുവിനും സ്ഥലം ശരിക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഒരു പാറയിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടി വെള്ളത്തിൻ്റെ സൈഡിലൂടെ നടക്കുന്ന പലരോടൊപ്പം അവരെയും കണ്ടു. രാവിലെ താമരപ്പാടത്ത് കണ്ട പല ടൂറിസ്റ്റുകളും ഇപ്പോൾ ഇവിടെയുണ്ട്. താമരപ്പാടത്ത് വെച്ച് നല്ലപോലെ വെയിൽ കൊണ്ടതുകൊണ്ടും ഇവിടെ ഈ പാർപ്പുറത്തു കൂടിയുള്ള ശ്രമകരമായ നടപ്പും എല്ലാം കൊണ്ടും അല്പം ക്ഷീണം തോന്നിത്തുടങ്ങി. 1 മണിക്കൂറിലധികം ഇവിടെ ചെലവഴിച്ച ശേഷം പഴയ സീതാർകുണ്ടിൽ നിന്നും തിരിച്ചു നടന്നു. വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് ഏകദേശം അരമണിക്കൂർ നടക്കണം. ഇനി മഴക്കാലത്ത് മലവെള്ളം കുത്തിയൊലിച്ചു വരുന്ന സമയത്ത് ഒരു അഡ്വഞ്ചറസ് യാത്ര സീതാർകുണ്ടിലേക്ക് നടത്തണം. തിരിച്ചു പോകുന്ന വഴി ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ നിന്നും ഫ്രഷ് സ്നാക്സും കഴിക്കണം. കാരണം സമയം ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് വിശന്നു തുടങ്ങി. അത് കഴിഞ്ഞ് നേരെ നെല്ലിയാമ്പതിയിലേക്ക്.